നമസ്കാരം. ലോകത്ത് പലയിടങ്ങളിലും പ്രശ്നങ്ങളും കലാപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ തന്നെ ആഭ്യന്തര കലാപങ്ങൾ എടുക്കുകയാണെങ്കിൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇപ്പോഴത്തെ POK അധീന കശ്മീർ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. തിരിച്ചു വേണ്ടി ആഭ്യന്തര കലാപങ്ങളിലേക്ക് പോകുമ്പോൾ നേപ്പാളിലെ പോലെ കലാപം അഴിച്ചുവിടാൻ ടൂൾ കിറ്റ് പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിലും നടന്നു. ലഡാക്കിൽ നമ്മൾ കണ്ടത് അത്തരത്തിലൊരു പരീക്ഷണമാണ്. ഇവിടെ ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക് അഴിച്ചുവിട്ട ആ പ്രക്ഷോഭം ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന ജൻസി പ്രക്ഷോഭം അതിലൊന്നായിരുന്നു. UP-യിലെ ഐലോ മുഹമ്മദ് ക്യാമ്പിൽ അത്തരമൊരു പരീക്ഷണമായിരുന്നു. അതിന്റെ ഉത്തരവാദി അറസ്റ്റ് ചെയ്തു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അധീന കശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം, അവിടെ വൈദ്യുതി ഇല്ല, അവിടെ കുടിവെള്ളമില്ല, അവിടെ വിലക്കയറ്റം ദിവസേന ഉയരുകയാണ്. സർക്കാർ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. മിനിമം ആവശ്യങ്ങൾ പോലും സർക്കാർ ജനങ്ങൾക്ക് നടത്തി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ സ്വാഭാവികമായും ജനം തെരുവിലിറങ്ങി ശബ്ദമുയർത്തും. അതാണ് ഇപ്പോൾ POKയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ ഏറെ നാളായി സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇപ്പോൾ സഹനത്തിന്റെ പരിധി കഴിഞ്ഞു എന്നാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അവിടെ അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതും പ്രതിഷേധം ആരംഭിക്കുന്നതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് കുറച്ച് നാളുകൾ കൊണ്ട് അവിടുത്തെ POKയിലും ഭരണകൂടവും കേന്ദ്രമന്ത്രിമാരുമായിട്ടൊക്കെ അവർ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ ആ ചർച്ചയൊന്നും ഫലവത്തായില്ല. അതുകൊണ്ട് തന്നെ ഈ ഷട്ടർ ഡൗൺ വീൽ ജാം എന്ന് പറഞ്ഞൊരു ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് നേരത്തെ തന്നെ ആഹ്വാനം വന്നതാണ്. എന്നിട്ടും ഭരണകൂടം അനങ്ങിയില്ല. എന്തായാലും അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പൊതുജനങ്ങൾ കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ അടച്ചു. തെരുവുകളിൽ ജനക്കൂട്ടം മുദ്രാവാക്യം മുഴക്കുകയാണ്. നിരന്തരം മുന്നോട്ട് വെച്ച ആവശ്യം തന്നെയാണ് അവർ മുദ്രാവാക്യമായി പറയുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ തരൂ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സുരക്ഷാ സേനയെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ തോതിൽ വിന്യസിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. ആശയവിനിമയം തടയാൻ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും കണ്ടിട്ടും ജനങ്ങൾ പിൻവാങ്ങുന്നില്ല. കാരണം അവർ ചോദിക്കുന്നത് ആഡംബരമല്ല, ജീവിക്കാൻ വേണ്ട സാധാരണ സൗകര്യങ്ങൾ, മിനിമം സൗകര്യങ്ങൾ മാത്രമാണ്. വൈദ്യുതി, വെള്ളം, ഒപ്പം തന്നെ വിലക്കയറ്റ നിയന്ത്രണം വേണം. സർക്കാരിന്റെ അവഗണന, ജനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. സർക്കാർ ഇതൊന്നും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, നമുക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് അവിടെയുള്ളത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലും അവിടുന്ന് ഉത്പാദിപ്പിച്ച് നട്സൽ പോലെ ഉത്പാദിപ്പിച്ച് ഭീകരവാദികളെ ഇങ്ങനെ വിടുകയാണ്. ആ ഭീകരർ വന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അതെല്ലാം കൃത്യമായ തിരിച്ചടിയും കൊടുക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ചില അക്രമങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് വരുത്തുന്ന ഡാമേജ് ചെറുതല്ല. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇനി നമ്മുടെ ജനങ്ങളുടെ ചോര വീഴാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കൊടുത്തത്. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ ആ നാടും ആ നാട്ടിലെ ജനങ്ങളും ഒക്കെ നിന്നു പോവേണ്ടി വന്നിട്ടുള്ള അവസ്ഥയും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മറിച്ച് അവിടുത്തെ ജനങ്ങൾ ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ കശ്മീരിൽ തീവ്രവാദികളെയൊക്കെ അമർച്ച ചെയ്ത് കല്ലിറക്കം അവസാനിപ്പിച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അവർ നോക്കിക്കാണുന്നു. POKയിലെ ഇസ്ലാം മത വിശ്വാസികൾ ചുരുക്കത്തിൽ അങ്ങനെ പറയുമ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുഖമായി ജീവിക്കുന്നു. എന്തായാലും പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ ഒറ്റപ്പെടുത്തൽ, സാമ്പത്തിക അവഗണനയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റി ആയിരക്കണക്കിന് ആളുകളെ അവിടെ അണിനിരത്തി അവിടെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ അധിനിവേശ കശ്മീരിൽ നടക്കുന്നത് ആ വലിയ പ്രക്ഷോഭം മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നായിട്ടാണ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.